കൊച്ചു കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളെയൊക്കെ നമ്മുടെ മാതാപിതാക്കൾ വളരെയേറെ സംരക്ഷിച്ചിട്ടുണ്ട്. ആരും നമ്മളെ പറ്റിക്കാതിരിക്കാൻ, ആരും നമ്മളെ ചൂഷണം ചെയ്യാതിരിക്കാൻ, നമുക്ക് വഴിപിഴയ്ക്കാതിരിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളരെ കരുതലോടുകൂടിയാണ് നോക്കിയത്. അതേപോലെ തന്നെ തിരിച്ച് 60 വയസ്സിന് മേളിലുള്ള നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വളരെയേറെ കരുതലെടുക്കണം, ആശങ്കയോടുകൂടി അവരെ നോക്കണം. കാരണം ആത്മീയ വ്യാപാരികൾ അവരുടെ ജീവിതത്തെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. വാർദ്ധക്യത്തിലേക്ക് എത്തിയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത് ഏതു മതസ്ഥരായാൽ പോലും അവർ ആത്മീയ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകും. പ്രകൃതി തന്നെ അങ്ങനെ ഒരു മനോഭാവം അവരിൽ ഒതുക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുട്ടിയായിട്ടിരിക്കുമ്പോൾ അവന് മുന്നോട്ടേക്ക് ഒരു വലിയ കാലമുണ്ട്. ഞാനിപ്പോൾ മധ്യവയസ്സിലെത്തിയ ഒരാളാണ്. എനിക്ക് പോയത് എന്താണ്? ശൈശവം നഷ്ടപ്പെട്ടു, ബാല്യം നഷ്ടപ്പെട്ടു, കൗമാരം നഷ്ടപ്പെട്ടു, യൗവനം പോകാറായി, മധ്യവയസ്സിന്റെ തുടക്കത്തിലേക്ക് ഞാൻ കയറിപ്പറ്റി. എനിക്കിനി മുന്നിൽ വാർദ്ധക്യം മാത്രമേ ഉള്ളൂ. അപ്പൊ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യൻ എന്തായിരിക്കും നോക്കുക? അവന്റെ മുന്നിൽ എന്താ ഉള്ളത്? അതിലേക്ക് നോക്കാൻ ഭയം തോന്നും. കാരണം ഇനി എന്ത് എന്നുള്ളത് ഒരു വൃദ്ധനെ സംബന്ധിച്ചറിയാം. അവന്റെ ജീവിതം വളരെ 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 അവന്റെ ജീവിതം ഒരുപാട് പിന്നിലോട്ട് കിടക്കുകയാണ്. തിരിഞ്ഞു നോക്കേണ്ടി വരും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ. മുന്നോട്ട് നോക്കുമ്പോൾ അത്ര ശുഭകരമായിട്ടുള്ള കാഴ്ചകളൊന്നുമല്ല കാണാനുണ്ടാവുക. അപ്പൊ ഭഗവാനെ എന്ന് വിളിച്ചു പോകും. എന്ന് മാത്രവുമല്ല, വലിയ ജീവിതാനുഭവങ്ങൾ അവർക്കുണ്ട്. അവരുടെ ജീവിതത്തിന്റെ അധ്വാനത്തിൽ നിന്ന് അവർ സമ്പാദിച്ച സ്വത്തുവകകളുണ്ട്, സമ്പത്തുണ്ട്, ധനശേഖരമുണ്ട്. അവരവരാൽ കഴിയുന്ന വിധം അവർ സമ്പാദിച്ചത്, അവരനുഭവിക്കേണ്ട വസ്തുവകകൾ, അവരനുഭവിക്കേണ്ട ധനം, അല്ലെങ്കിൽ അവരുടെ മക്കളും ചെറുമക്കളും അനുഭവിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കേണ്ട ധനം, അതെല്ലാം ഈ ആത്മീയ വ്യാപാരികൾ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഓരോ യുഗങ്ങളും ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. മക്കളെ അച്ഛനമ്മമാർ നോക്കിയതുപോലെ ആത്മീയ വ്യാപാരികളുടെ ചൂഷണത്തിന് ഇരപ്പെടാതെ നമ്മുടെ അച്ഛനമ്മമാരെ കാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടാവണം. അതാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ ഈശ്വരന്മാർ അല്പരല്ല. നമ്മളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളുടെ പ്രവൃത്തിയാവണം, നമ്മളുടെ ആലോചനകളാവണം, നമ്മളുടെ മനോഭാവമാവണം. അതിനപ്പുറത്തേക്ക് ഒരു പ്രാർത്ഥനയും വേണ്ട. ദൈവം പ്രസാദിച്ചോളും, ഈശ്വരൻ പ്രസാദിച്ചോളും. നമ്മുടെ രാജ്യത്തെ ശക്തമാക്കാനല്ല നമ്മുടെ ദൈവങ്ങൾ. ഭഗവാന്റെയും ഭക്തന്റെയും ഇടയിൽ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമേ നമുക്കില്ല. അതൊരു ഹൈന്ദവന് ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ്, ഹൈന്ദവന് ലഭിക്കുന്ന ഭാഗ്യമാണ്. നമുക്കിവിടെ ദൈവവിശ്വാസിയാവാനും ദൈവവിരോധിയാവാനും ദൈവം തന്നെ ആവാനും നമുക്ക് അവകാശമുണ്ട് എന്ന് ഇന്നലെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. സത്യമാണത്. അതുപോലെ ഈ മുരുക യുഗക്കാരനൊക്കെ ഒരു ആത്മീയ വ്യാപാരി ആവുന്നതിലും അതിൽ നിന്ന് ധനസമ്പാദനം നടത്തുന്നതിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഹൈന്ദവ സമൂഹത്തോട് പറയുന്നു, ഇനി നമ്മുടെ ഒരു ആത്മീയ ആചാര്യ സദ്ഗുരുവിന്റെ മുകളിൽ നിൽക്കുന്ന, സദ്ഗുരുവിന് മേളിൽ നിൽക്കുന്ന ഒരു ആത്മീയ ഗുരു മതി ഇനി ഹിന്ദുവിന്. സദ്ഗുരുവിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ആത്മീയ ഗുരു ഈ യുഗക്കാരൻ അതിന് പറ്റുന്ന ഒരാളല്ല. അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി വായിച്ചു. നല്ല വായനാനുഭവം നൽകുന്ന ഒരു പുസ്തകമാണത്. അത് എഴുതിയ വ്യക്തി ആരായാലും നല്ല സർഗസിദ്ധിയുള്ള ആള് തന്നെയാണ്. അതിലൊന്നും എനിക്ക് സംശയമില്ല. എന്നാൽ ഇത് അദ്ദേഹമാണ് എഴുതിയതെങ്കിൽ ആ പുസ്തകം എഴുതിയ വ്യക്തി സംസാരിക്കുന്ന യൂട്യൂബ് ചാനലുകളിലൂടെ നടത്തുന്ന സംസാരം ഞാൻ കേട്ടു. വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്, അത് അദ്ദേഹം തന്നെ എഴുതിയ പുസ്തകമാണ് എന്നുണ്ടെങ്കിൽ സംസാരത്തിൽ എന്തുകൊണ്ട് അതിൻ്റെ പകുതി സർഗസിദ്ധിയെങ്കിലും പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നു? സർഗാത്മകതയുടെ കാര്യം വിട്ടേക്കൂ, ഒരു രസകരമായിട്ടുള്ള ആശയം മുന്നോട്ട് വെക്കാൻ, ശേഷിയെ ഉദ്ദീപിപ്പിക്കുന്ന നിലയിലുള്ള ഒരു പ്രയോഗം നടത്താൻ കേൾവിക്കാരനിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകനിലെ ചിന്താശേഷിയെ ഒന്ന് ഉണർത്താൻ കഴിയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംസാരം അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടോ? പറ്റുന്നില്ല. അതാ ഞാൻ പറയുന്നത്, അവിടെ മുതൽ കൃത്യമായ ഒരുതരം ആലോചനയോടുകൂടി വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു തിരക്കഥയുടെ പ്രാവർത്തികമാക്കലാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഉണ്ടായിരുന്ന ജോലി, ആ ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് ഒരുപക്ഷെ രാജിവെക്കാൻ പോലും പോകുന്നു എന്ന് കേൾക്കുന്നു. വലിയ ശമ്പളമുള്ള ജോലി അത് കളഞ്ഞിട്ട് ഇതുപോലുള്ള ഒരു ആത്മീയ രംഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് മുരുക ഭഗവാൻ വിളിച്ച് പറഞ്ഞു വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന മനുഷ്യർ അത് ശുദ്ധഗതി കൊണ്ടാണ്, വിഡ്ഢിത്തം കൊണ്ടല്ല വിശ്വസിക്കുന്നത്, ശുദ്ധഗതി കൊണ്ടാണ്, നന്മ കൊണ്ടാണ് വിശ്വസിച്ച് പോകുന്നത്. അവർക്ക് അബദ്ധം പറ്റരുതെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് പോകേണ്ടത് പറയുന്നത്. നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടാവുന്നു എന്ന് കരുതിക്കൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറയാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ആത്മീയ ബുദ്ധിക്ക് അത് നിരക്കുന്ന സംഗതിയല്ല. എനിക്കിത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് പറയാണ്, മുരുക ഭഗവാൻ ഈ കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം. ഇനിയും ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ പറയും. ഞാൻ അതിൻ്റെ വീര്യം വളരെ കുറച്ചാണ് പറയുന്നത്. എന്നെ പ്രകോപിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു,
ഭഗവാന്റെ കാര്യത്തിൽ ഞാൻ ഇത്ര ആത്മാർത്ഥമായി ഇടപെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കുമുണ്ട് ചെറിയ പിടിപാടുകൾ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവകാശവാദം നടത്തുകയല്ല. ഞാൻ ആരുടെയും അടുത്ത് ഭഗവാനുമായി ബന്ധമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പണം പിരിക്കുന്നവനല്ല. ഞാൻ എൻ്റെ ദാരിദ്ര്യം പറഞ്ഞിട്ടുള്ളവനാണ്. ആ ദാരിദ്ര്യം പറയുന്നതും അല്പത്തരം കൊണ്ടല്ല, കരുതിക്കൂട്ടി പറയുന്നതാണ്, മനഃപൂർവ്വം പറയുന്നതാണ്. നന്നായി ജോലി ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടാൻ ആരും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിൽ പോലും എൻ്റെ ആത്മാർത്ഥതയ്ക്ക് ഒരു മൂല്യമുണ്ട്, എൻ്റെ സത്യസന്ധതയ്ക്ക് ഒരു മൂല്യമുണ്ട്, എൻ്റെ അർപ്പിത ബുദ്ധിക്ക് ഒരു മൂല്യമുണ്ട്. അപ്പോൾ എനിക്ക് പ്രയാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സഹജീവികളോട് ചോദിക്കും. എൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നത് പോലെ അതേ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഞാൻ സമൂഹത്തോടും ചോദിച്ചിട്ടുള്ളത്. ഉള്ള മനുഷ്യർ, അതും എനിക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല. എനിക്ക് വിശക്കുമ്പം ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് അപ്രതീക്ഷിതമായി നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാസം സമ്പാദിക്കുന്നതിനും അപ്പുറത്തേക്ക് വന്നാൽ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ താല്പര്യമില്ല. അപ്പം ഞാൻ ചോദിക്കും എൻ്റെ സഹജീവികളോട്, എനിക്ക് ഇത്ര രൂപ ആവശ്യമുണ്ട്, എനിക്കത് ഇട്ടുതരണം എന്ന് പറയും. എൻ്റെ അക്കൗണ്ടിലേക്ക് ആ തുക വരും. അതിനേക്കാൾ മേളിലേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ പങ്കിട്ടിട്ടുമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചിട്ടില്ല. അതുപോലല്ല എന്നേ ഇത് ഉള്ള ജോലിയും കളഞ്ഞ് ഭഗവാനെ വിറ്റ് നടക്കുക അല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യം പിടിപാടൊക്കെ ഭഗവാന്മാരുമായിട്ടൊക്കെ ഉണ്ട്. ഒരു പ്രാർത്ഥന കൊണ്ടുപോലും ഒരു ദൈവത്തെയും ഇന്ന് വരെ അലോസരപ്പെടുത്താത്തവനായതുകൊണ്ട് തന്നെ ഭഗവാന്മാർക്ക് എന്നോട് സവിശേഷമായിട്ടുള്ളൊരു താല്പര്യവുമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ ഞാൻ പറയുന്നത്. ഇത് മുഴുവൻ പാവപ്പെട്ട ശുദ്ധഗതിക്കാരായിട്ടുള്ള, സത്യസന്ധരായിട്ടുള്ള, നന്മയുള്ള, സദ്ബുദ്ധിയുള്ള, ആത്മാർത്ഥതയുള്ള ഒരു വലിയ സമൂഹത്തെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആത്മീയ വ്യാപാരികൾ ഈശ്വരന്മാരുടെ പേര് പറഞ്ഞു വന്നിരിക്കുന്നത്. പോങ്ങനെ പോലുള്ള മനുഷ്യർ ഇങ്ങനെ വിളിച്ചു കൂവുന്നത് അത് അവന്മാർക്കിട്ട് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. ദൈവത്തിന് വേറെ പണികളുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ഭൂതഗണം പോലെ പോങ്ങനെ ഇവിടെ കിടന്ന് കുരയ്ക്കുന്നതാണെന്ന് കൂട്ടിയാൽ മതി. ഞാൻ അത്രേ പറയുന്നുള്ളൂ. വിശദമായിട്ട് ഇനിയും പറയും. ഈ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ പറഞ്ഞാൽ എന്ത് 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 എന്നുള്ളത് ഒന്നൊന്നായിട്ട് ഞാനത് പറഞ്ഞോളാം. പറയാതെ പോവില്ല. കമൻറ്റ് ബോക്സിലേക്ക് വരിക. പിണങ്ങിപ്പോകുന്നവർ പൊക്കോളുക, അതിലൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരാൾക്കെങ്കിലും എന്തുകൊണ്ട് പോങ്ങൻ ഇങ്ങനെ നിലകൊള്ളുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഞാൻ തീർച്ചയായിട്ടും തന്നുകൊണ്ടേയിരിക്കും. യാതൊരു സംശയവും വേണ്ട. മുരുകഭഗവാൻ അല്പനല്ല. മുരുകഭഗവാൻ പ്രാദേശികവാദിയല്ല. മുരുകഭഗവാൻ ഒരു നിലയിലും മനുഷ്യരെ വേർതിരിച്ച് കാണുന്നതല്ല. മതം നോക്കിയോ പൗരത്വം നോക്കിയോ എന്തെങ്കിലും തരത്തിലുള്ള അനുഗ്രഹം നൽകാനോ അഗ്നിഹോമങ്ങളിലൂടെ പ്രസാദിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സേനയെ ശക്തിപ്പെടുത്താനോ ഒന്നുമല്ല. മുരുകഭഗവാൻ തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൻ്റെ ഒരു നാഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജോലി വളരെ വെടിപ്പായി ചെയ്തോളും. ഒരു മനുഷ്യൻ്റെയും സഹായം ആവശ്യമില്ല. മോദിജിക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യാൻ അറിയാം. ഇന്ത്യൻ സേനയ്ക്ക് കരുത്തുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ മനോഭാവത്തിൻ്റെ കരുത്താണ്. ഭാരതീയരായിട്ടുള്ള മനുഷ്യരുടെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കരുത്താണ്. അതല്ലാതെ ആ പാവം മുരുകഭഗവാന് ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാനുള്ള സമയവുമില്ല, സാവകാശവുമില്ല, താല്പര്യവുമില്ല. പിന്നെ പോങ്ങൻ ഇതൊക്കെ പറയാൻ ആരാണ് എന്ന് ചോദിച്ചാൽ പോങ്ങൻ്റെ പുത്രതുല്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് മുരുകൻ. കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പരമശിവൻ, സാക്ഷാൽ പരമശിവൻ. ഞങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം ആർക്കാ അത്ര കണ്ട് അറിയാൻ പറ്റുക? കാരണം അതൊക്കെ ഞാൻ പറഞ്ഞാലല്ലേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നല്ലതൊന്നും നമ്മളെ തേടി ഇങ്ങോട്ടേക്ക് വരില്ല, നമ്മൾ തേടി അങ്ങോട്ടേക്ക് ചെല്ലണം. ഇതൊക്കെ തേടി വന്നവരാണ്, നമ്മളെ തേടി വന്നവരാണ് ഈ മുരുകയുഗക്കാരൊക്കെ. അതുപോലുള്ള ഇതുപോലുള്ള ആത്മീയ വ്യാപാരികൾ നമ്മളെ തേടി വരികയാണ്. നമ്മളെ തേടി വരില്ല ഒരു സിദ്ധനും, നമ്മളെ തേടി വരില്ല ഒരു നന്മയും. നമ്മൾ തേടി നേടണം, അതാണ് വേണ്ടത്. ഇതൊക്കെ തട്ടിപ്പാണ്. ദയവായിട്ട് എന്നെ ഒന്ന് വിശ്വസിക്കുക. ഞാനൊരു പോങ്ങനായി പോയി എന്ന് കരുതിക്കൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ കാര്യങ്ങളായിട്ട് തന്നെ നിങ്ങൾ കേൾക്കണം. സ്നേഹം വിശദമായിട്ട് വരും.